അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഈദിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അബായയുടെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാറില്ല. സ്റ്റാഫുണ്ട്, അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 4.5 മീറ്റർ ഷിഫോൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് 58 ഇഞ്ച് വിത്തുള്ള മെറ്റീരിയലാണ്, വീതി കൂടിയ മെറ്റീരിയലാണ്. എന്നിട്ട് ഞാനിതിങ്ങനെ ആ 58 ഇഞ്ച് വീതിയുടെ ഭാഗത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് തിരിച്ച് മടക്കിയിട്ടുണ്ട്. നമ്മൾ ചുരിദാറിനൊക്കെ എടുക്കുന്നത് പോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് 54 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് വേണ്ടത്. ഈ ഡ്രസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 54ആണ്. അതിനോട് 2 ഇഞ്ച് കൂട്ടിയിട്ട് 56 ഇഞ്ച് ഞാൻ ലെങ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു XXL സൈസാണ് ഈ അബായ വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം ഒരു 8.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊരു XXL സൈസ് ആയതുകൊണ്ട് 8.5 ഇഞ്ച് ആം ഹോളിൻ്റെ ഭാഗം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിങ്ങനെ റൗണ്ട് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എങ്കിൽ സ്ക്വയർ ആക്കിയിട്ട് അതിനുള്ളിൽ റൗണ്ട് ചെയ്താലും മതിയാകും. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ടിങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാം. ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അബായ ആയതുകൊണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വിത്ത് എടുക്കുന്നത് 15 ഇഞ്ചാണ്. ഞാനിങ്ങനെ ചെസ്റ്റിൻ്റെ വിത്ത് എടുക്കുന്നത് 15 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം അതുപോലെ തന്നെ 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത്തിരി നല്ല വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അബായയാണ്. എന്നിട്ട് ഇതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം 17.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ മെറ്റീരിയൽ മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അത് നമ്മളൊരു 3 മീറ്ററോളം ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ബാലൻസ് 1.5 മീറ്റർ ഉണ്ടായിരുന്നു. ആ 1.5 മീറ്റർ ഇങ്ങനെ നമ്മൾ അംബ്രല്ല കട്ടിങ്ങിന് മടക്കുന്നത് പോലെ മുക്കോട് മുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കണം. മടക്കിയിട്ട് അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും ക്രോസ് ചെയ്ത് മടക്കണം. ഇങ്ങനെ 4ആക്കിയിട്ടാണ് നമ്മൾ ഈ അബായയ്ക്ക് ഫ്രണ്ടിൽ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിടുന്നത്. എന്നിട്ട് ഈ മെറ്റീരിയലിൻ്റെ താഴ്ഭാഗത്ത് ഈ അരികു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ അതുപോലെ മടക്കി വെച്ചിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ, അബായയുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതിൻ്റെ പുറത്തായിട്ട് വെക്കുന്നുണ്ട്. കാരണം ആ നെക്കും ആം ഹോളും സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ഉള്ള സൈഡാണ് നമ്മൾ ആ അബായയുടെ ഫ്രണ്ട് പോർഷൻ്റെ ഓപ്പണുള്ള സൈഡും ഇപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുള്ള അതിൻ്റെ ഓപ്പണുള്ള സൈഡും ഒരു ഭാഗത്തും അടഞ്ഞ സൈഡ് ഒരു ഭാഗത്തും വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ആ അബായയുടെ ഫ്രണ്ട് പോർഷനിൽ നടുഭാഗത്തായിട്ടാണ് ഈ 2 സൈഡിലേക്കാണ് ഈ മോഡൽ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഞാനിങ്ങനെ ഫാഷൻ മേക്കറിൽ വെച്ച് സിഗ്സാക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ലേസ് വെച്ച് പിടിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുകയാണെങ്കിൽ ഒരു സൈഡ് തിരിഞ്ഞിട്ടും ഒരു സൈഡ് നേരെയായിട്ടും വരുന്നുണ്ടാവുള്ളൂ. നമ്മൾ സിഗ്സാക്ക് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് ഞാനിതിൽ ഒരു ലേസ് വെക്കുന്നുണ്ട്. ഈ ലേസിനാണെങ്കിൽ നല്ല പശയുള്ള ലേസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ സൂചിയിൽ ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടായിരുന്നു ആ സൂചിയിൽ ഇങ്ങനെ തടകിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലാണ്ട് സൂചിയിൽ പിടിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ലേസ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആ പകുതി ദൂരം വരെ നമ്മളിങ്ങനെ കോണായിട്ട് വരുന്നതിൻ്റെ ആ പകുതി പോർഷൻ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് അത്രയും കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിത് തിരിച്ച് പോകത്തില്ലേ, ആ തിരിച്ച് പോകുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്, ആ ഫസ്റ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. എന്നിട്ട് അടുത്ത സൈഡ് നമ്മളിങ്ങനെ എടുക്കണം. അടുത്ത സൈഡ് എടുത്തിട്ട് ഞാൻ വീണ്ടും ആ ഭാഗത്ത് ലേസ് വെക്കുന്നുണ്ട്. ലേസ് വെച്ചിട്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ച് ലോക്കിട്ട് നിർത്തുന്നുണ്ട്. കാരണം അത് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ജസ്റ്റ് ലോക്കിട്ട് വെക്കുന്നത്. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഇത് ഒറ്റ പീസായിട്ട് തന്നെ വീണ്ടും താഴ്ഭാഗത്തേക്ക് ലേസ് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ തന്നെയാണ് 2 ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ലേസ് നല്ല സ്റ്റോണൊക്കെ ഉള്ള ലേസാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, വൈറ്റായിട്ട് തോന്നുന്നേ ഉള്ളൂ. നല്ല വൈറ്റ് സ്റ്റോണുള്ള ലേസാണിത്. എന്നിട്ടിങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ അബായയ്ക്ക് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയലിൽ നിന്നാണ് ഞാനിങ്ങനെ സ്ലീവിന് എടുത്തിട്ടുള്ളത്. അബായയുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് കിട്ടുന്ന
ആ ഒരു പീസിൽ നിന്നാണ് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് 21 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 21 ഇഞ്ച് എടുക്കുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം 3.5 ഇഞ്ച് കുറച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 12.5 ഇഞ്ചാണ്. ഇതിൻ്റെ താഴ്ഭാഗം 10 ഇഞ്ചും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല വണ്ണമുള്ള ആളിൻ്റെ അബായ ആയതുകൊണ്ടാണ് നമ്മൾ 12.5 ഇഞ്ച് ഇതിൻ്റെ വിഡ്ത്ത് എടുത്തത് സ്ലീവിന്. എന്നിട്ട് നമ്മൾ നേരത്തെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട്. എന്നിട്ട് ഈ അബായയുടെ നെക്കും ഈ ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നെക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ആ സ്ലീവിനും ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഭാഗം ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് 4 ഇഞ്ച് വീതിയിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ നെക്കിൻ്റെ ഭാഗം റൗണ്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ എടുക്കണം. ബാക്ക് പോർഷൻ എടുത്തിട്ട് ഫസ്റ്റ് അതിൻ്റെ ലൈനിങ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഫ്രണ്ട് പോർഷൻ വെക്കണം. അതിന് മുകളിലായിട്ട് വീണ്ടും ബാക്ക് പോർഷനിലത്തേക്കുള്ള ആ ജോർജറ്റിൻ്റെ പീസ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷോൾഡർ ആയി കിട്ടും. എന്നിട്ടിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ ആ ഷോൾഡർ ഉള്ളിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അല്ലാണ്ട് അബായ ലൈനിങ് ഇല്ലാത്ത അബായ തയ്ക്കുമ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ മുകൾ ഭാഗത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ഉള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ആ പീസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് തന്നെ ഇതിനുള്ളിലാക്കി കിട്ടും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് തിരിച്ചെടുത്ത് ഇനി നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് താഴ്ത്തി വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി ചെയ്യണം. എന്നിട്ട് ഞാനിതിൽ എൻ്റെ സ്റ്റിച്ചിങ് ഹോൾഡും കൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം ലൈനിങ്ങും സ്ലീവിൻ്റെ താഴ്ഭാഗം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഒരു 4 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റുകളാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് ഒരു 11 ഇഞ്ച് ആക്കണം. അവിടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വിഡ്ത്ത് കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് 11 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ വീണ്ടും ഒരു ലൈനിങ് പീസും ഒരു ജോർജറ്റിൻ്റെ പീസും കൂടി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് 11 ഇഞ്ചാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ എടുത്ത പീസ് 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 7 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഫസ്റ്റ് ബാക്ക് പോർഷനിൽ വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ കാണാത്ത രീതിയിൽ മേൽഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. 1/2 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഈ മോഡൽ സ്ലീവാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അളവ് നോക്കാണ്ടാണ് കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് ബാലൻസ് കളഞ്ഞത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ ലേസ് നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ പീസും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. സെൻറ്റർ പോർഷൻ മുതലാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനും സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് തിരിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തെ സൈഡ് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് സെൻറ്ററിലേക്ക് വരുമ്പോൾ 2 സ്റ്റിച്ചും ആയിട്ടുണ്ടാവും. നമുക്ക് ഫുള്ള് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിതിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്തു, താഴെ സിഗ്സാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ ഡ്രസ്സിൻ്റെ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.